ഇപ്പോൾ ഈ നമ്മൾ ഹൈ ബ്ലഡ് ഷുഗർ ലെവൽ പറയുന്ന പോലെ തന്നെ ലോ ബ്ലഡ് ഷുഗർ ലെവലുള്ള ആൾക്കാരുണ്ട്. അവരെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? പ്രമേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അതൊരു പെൻഡുലം പോലെയാണ്. അതായത് ഹൈ ആവുന്നത് പോലെ തന്നെ ഡൗണും തീർച്ചയായിട്ടും ലൈഫ് ത്രെറ്റനിങ് ആണ്. ഷുഗർ ഹൈ ആവുന്നത് പലപ്പോഴും അത് ലോങ് ടേം കോംപ്ലിക്കേഷൻസിലാണ് എത്തിക്കുക. അതേസമയം ലോ ഷുഗർ പെട്ടെന്നുള്ളൊരു ഇവന്റ് ആയിരിക്കാം അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യുക. ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിനും ഈ പറഞ്ഞ പോലെ എപ്പോഴും നമ്മൾ നോർമലി പറയുന്ന ഒരു പ്ലാൻ എ ഉണ്ടെങ്കിൽ പ്ലാൻ ബി ഉണ്ട്. ലോ ഷുഗർ ആകുമ്പോൾ അതിനെ തീർച്ചയായിട്ടും കൗണ്ടർ ചെയ്യാനുള്ള മെക്കാനിസം ബോഡിയിലുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഹൃദയമിടിപ്പ് കൂട്ടുക, അല്ലെങ്കിൽ നമുക്ക് വിശപ്പ് കൂടുതലുണ്ടാക്കുക, ശരീരം ആകെ വിയർക്കുക, ഇതൊക്കെ അതായത് പെട്ടെന്ന് നമ്മളൊരു ഫുഡിലേക്ക് എത്തിപ്പെടാൻ വേണ്ടിയുള്ള ഡേഞ്ചർ സിഗ്നൽസ് പോലെ ബോഡി ചെയ്യുന്ന ഒരു പ്ലാൻ ബി മെക്കാനിസമാണ്. അത് മെജോറിറ്റി പേഷ്യൻസിനും ആദ്യമായിട്ട് അവർ എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും അവർക്ക് തന്നെ ഓൾറെഡി ഗുളിക എടുക്കുന്നവർക്ക് മനസ്സിലാകും ഷുഗേഴ്സ് കുറയുന്നതാകാം. ഒരു മധുരമുള്ള ആഹാരം മറ്റോ കഴിക്കുമ്പോഴത്തേക്ക് അവർക്ക് പൂർണ്ണമായിട്ട് ആ സിംറ്റംസ് എല്ലാം മാറും. അപ്പം തന്നെ അവർക്ക് ഏകദേശം നമ്മൾക്ക് മനസ്സിലാകുന്നത് ഷുഗർ കുറയുന്നതാണെന്നുള്ളത്. പക്ഷേ പോകെ പോകെ സ്ഥിരമായിട്ട് ഇത് നമ്മൾ അവഗണിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്ലാൻ ബി നമ്മുടെ ശരീരം റെക്കഗ്നൈസ് ചെയ്യാത്തൊരവസ്ഥ വരും. ഹൈപ്പോഗ്ലൈസിമിക് അൺഅവെയർനെസ് എന്ന് പറയും. അത് കുറച്ചുകൂടി ഡേഞ്ചറസ് ആണ്. ഈ പറഞ്ഞ പോലെ ഇപ്പം മുതിർന്ന ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ഓൾറെഡി ഒരു ഹാർട്ടിന് അസുഖമുണ്ട്. അപ്പോൾ റേറ്റ് ഒരു പരിധിക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ കാർഡിയക് ഇവന്റ്സ് വരെ അത് പ്രിസിപ്പിറ്റേറ്റ് ചെയ്യാം. അപ്പം ആയതുകൊണ്ട് ഒന്നാമത് ഏതൊരു ഗുളിക നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും ഒരു രോഗിയുടെ ആദ്യം പറഞ്ഞു കൊടുക്കുന്നത് ഷുഗർ എഫക്ട് ഉണ്ടെങ്കിൽ സൈഡ് എഫക്ട് ഉണ്ടാവുമെന്ന് പറയുന്ന പോലെ എഫക്ട് ഇല്ലെങ്കിൽ സൈഡ് എഫക്റ്റും ഇല്ല. ഗുളിക ഷുഗർ കുറയുന്നത് ഒപ്പം തന്നെ ചിലപ്പോൾ അത് അധികമായി കുറഞ്ഞു പോകാം, ലോ ഷുഗേഴ്സ് ആകാം. അപ്പോൾ അത് തിരിച്ചറിയാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ നോക്കുക. ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഡോക്ടറെ സഹായം തേടി ഒന്ന് ഗുളികയുടെ ഡോസുകൾ കുറയ്ക്കുക. അല്ലെങ്കിൽ പിന്നെ നമ്മൾ നിശ്ചിതമായ അളവിലാണ് ഈ ഗുളികയാണെങ്കിലും ഇൻസുലിൻ ആണെങ്കിലും കൊടുക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഗുളിക എടുക്കുമ്പോൾ എല്ലാ ഫുഡ് കഴിക്കാം എന്നുള്ളതല്ല, മേൽപ്പറഞ്ഞ പോലെ ഒരു നിശ്ചിത അളവിൽ ഫുഡ് എടുക്കുകയും വേണം. അപ്പോൾ ഒരു രോഗി ഗുളിക കഴിക്കുന്ന രോഗി പല കാരണം കൊണ്ട് അവർക്ക് ആഹാരം കഴിക്കാതെ വന്ന് ഈ ഷുഗർ ഡൗൺ ആയി പോവാം. ഗുളിക എടുത്താലോ ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാലോ ആഹാരം കഴിക്കൽ നിർബന്ധമാണ്. ആഹാരം കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഷുഗർ ഡൗൺ ആവും. അപ്പോൾ അങ്ങനെയുള്ള രോഗികൾ തീർച്ചയായിട്ടും എൻഷുർ ചെയ്യേണ്ടത് ഈ ഇൻസുലിൻ എടുക്കുന്ന വേളയിൽ അവർ ഈ പറഞ്ഞ പോലെ ആഹാരം കഴിക്കുക നിശ്ചിത അളവിൽ. ഇനി ഷുഗർ കുറയുന്ന ലക്ഷണം കാണുമ്പോൾ എപ്പോഴും കയ്യിൽ ഒരു മധുരം കരുതുക. അത് ഒരു പ്രത്യേകിച്ച് ഇന്നത് എന്നുള്ളതില്ല. ടിപ്പിക്കലി നമ്മൾ പറയുന്ന 50 grams ഓഫ് ഷുഗേഴ്സ് എന്നാണ് പറയുന്നത്. പക്ഷേ പ്രായോഗിക തലത്തിൽ അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു മുട്ടായി ഉൾപ്പെടെ ഒരു ബിസ്ക്കറ്റ് ആണെങ്കിലും അത് ആദ്യം കരുതുക, അത് കഴിക്കുക. 15 മിനിറ്റിന് ശേഷം വീണ്ടും ഐഡിയലി ചെക്ക് ചെയ്തിട്ട് രണ്ടാമത് നോക്കി ഷുഗേഴ്സ് നമ്മൾ ലെസ് ദാൻ 70 ആണ് ലോ ഷുഗർ എന്ന് പറയുന്നത്. ഒരു രോഗിക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പൊ എല്ലാവരും സ്മാർട്ട് ബാൻഡ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഡയബറ്റിക് പേഷ്യൻസിന് ഇക്കാലത്ത് ഒരു ഗ്ലൂക്കോമീറ്റർ വാങ്ങുന്നത് അത്രയ്ക്ക് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ കരുതുന്നില്ല. ഒരു ഗ്ലൂക്കോമീറ്റർ വാങ്ങുന്നത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. ലോ ഷുഗേഴ്സ് അവർക്ക് സിംറ്റംസ് ഉണ്ടെങ്കിൽ എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്യാം. ക്രോസ് ചെക്ക് ലോ ഷുഗർ 70 താഴെയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഇതുപോലെ മധുരമുള്ള എന്തെങ്കിലും കഴിക്കുക. 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒന്ന് റീഅഷ്യൂർ ചെയ്യുക, അല്ലെങ്കിൽ റീചെക്ക് ചെയ്യുക രണ്ടാമത് ഷുഗേഴ്സ് കൂടിയിട്ടുണ്ടെന്നുള്ളത്. കൂടിയിട്ടുണ്ടെങ്കിലും അവർ നിർബന്ധമായിട്ടും ഇതിന്റെ കൂടെ തന്നെ ഒരു മീലും കൂടെ കഴിക്കണം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ കൂടിയതുപോലെ തന്നെ അടുത്ത മൊമെന്റിൽ വീണ്ടും ഡൗൺ ആകാം. നമ്മൾ പെട്ടെന്നുള്ള ഒരു ഷുഗർ കയറ്റത്തിന് മാത്രമാണ് മധുരമുള്ള എന്തെങ്കിലും കഴിക്കാൻ പറയുന്നത്. അത് നിലനിർത്തണമെങ്കിൽ ഒരു മീലും കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇപ്പോൾ 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ഒരു മീല് പോലെ എന്തെങ്കിലും കഴിക്കാം. ഉദാഹരണത്തിന് അപ്പോ അല്ലെങ്കിൽ ചപ്പാത്തിയോ അങ്ങനെ എന്തെങ്കിലുമുള്ള നോർമൽ ആയിട്ടുള്ള ഒരു വീട്ടിലെ ഫുഡ് കഴിക്കുക. ഇൻ കേസ് അത് പ്രാപ്യം അല്ലെങ്കിൽ ഒരു ബ്രെഡോ 2 സ്ലൈസ് ബ്രെഡോ അങ്ങനെ എന്തെങ്കിലും കൂടെ അതിന്റെ ഒപ്പം കഴിക്കുക. ആൻഡ് ഇപ്പം ഒരുപാട് കാലമായിട്ട് ഷുഗറിന്റെ ഒരു ട്രീറ്റ്മെന്റുകളും എടുക്കുന്നില്ല, കൺട്രോൾഡ് അല്ലാത്ത ഒരാൾ ഡോക്ടറെ കാണാൻ വന്നത്, അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും ഡോക്ടർ അവരെ അപ്രോച്ച് ചെയ്യുന്നുണ്ടാവുക? നമ്മൾക്ക് എന്താണ് നമ്മൾ ഡയബറ്റീസ് ഉള്ള ഒരു പേഷ്യൻറ്റിന് ഇപ്പോൾ നമുക്ക് എന്തുകൊണ്ടാണ് ഷുഗർ കുറേ നാളായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എന്ത് ഇതിനായിരുന്നു പ്രോബ്ലി സിംറ്റമാറ്റിക് അല്ലാത്തതുകൊണ്ടായിരിക്കാം. സിംറ്റംസ് ലക്ഷണങ്ങൾ അധികം ഉണ്ടാവില്ല. ഷുഗർ ഉണ്ടായിരിക്കാം, ഷുഗർ ഭയങ്കര സിവിയർ ആയിട്ടുള്ള ആയിരിക്കില്ല. പ്രോബ്ലി അവർക്ക് ചെറിയ വെയിറ്റ് ലോസ്, ക്ഷീണം, പിന്നെ വിശപ്പ് കൂടുതലാവുക, അല്ലെങ്കിൽ ദാഹം കൂടുതലാവുക, ഇങ്ങനത്തെ ഓരോ സിംറ്റംസ് ഒക്കെ ആയിരിക്കും യൂഷ്വലി ഷുഗർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ ഒരു ട്രീറ്റ്മെൻറ്റ് വേറെ ഒന്നും എടുത്തിട്ടില്ലെങ്കിലും നമുക്ക് അവർക്ക് ചിലപ്പോൾ ആ സമയത്ത് വരുന്ന സമയത്ത് ഒത്തിരി നാളായിട്ട് ഷുഗറുള്ള ആൾക്കാർക്കാണെങ്കിൽ ഒരു വേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാം. ഷുഗർ റിലേറ്റഡ് ആയിട്ട് നമ്മൾ എത്ര നേരം സംസാരിച്ചിരുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ പ്രോബ്ലി ചിലപ്പോൾ അവർക്ക് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ
അങ്ങനത്തെ സിറ്റുവേഷനിൽ നമ്മൾ യൂഷ്വലി ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് ഡിസീസ് ഉണ്ട്, ഓഫ് കോഴ്സ് ഷുഗർ ഉണ്ട്, നമ്മൾ യൂഷ്വലി ഷുഗർ ചെക്ക് ചെയ്ത് നോക്കുക, ഷുഗറിനെ ടെസ്റ്റ് ചെയ്യുക. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇത് കുറച്ചൊക്കെ ആൾക്കാരുടെ ഒരു സംശയമൊക്കെ മാറ്റി കൊടുക്കാൻ നമുക്ക് പറ്റിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആസ് എ ഡോക്ടർ ലൈക്ക് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഡയബറ്റീസ് ഉള്ള ആൾക്കാർക്ക് ഒരു മെസ്സേജ് എന്നുള്ള രീതിയിൽ കൊടുക്കാനുള്ളത്? ഷുഗർ കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് പറഞ്ഞ പോലെ ഒരു 3 tier ഒരു പിരമിഡ് പോലെ ആലോചിക്കാം. ബേസ് ലൈനായിട്ട് നമുക്ക് പ്രോബ്ലി ഡയറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡയറ്റ് നോക്കാതെ, ഡയറ്റിലെ കറക്ഷൻസ് നമുക്ക് വരാതെ പ്രോബ്ലി ഷുഗർ കൺട്രോൾ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഒത്തിരി ടാബ്ലറ്റ്സ് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലൊരു സെക്കൻഡ് ലെയർ ആയിട്ട് പ്രോബ്ലി എക്സസൈസ് ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്. ഇത് രണ്ടും കഴിഞ്ഞ് നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഫസ്റ്റ് 2 ഇഷ്യൂസ് നന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിലാണ് അതിൻ്റെ മുകളിലുള്ള ടാബ്ലറ്റ്സോ ഇൻസുലിനോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ടാർഗറ്റിലോട്ട് എത്തി ടാർഗറ്റിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാമെന്നുള്ളതാണ് ബേസിക്കലി. അപ്പോൾ ഈ ടാർഗറ്റിൽ നമ്മൾ എത്രത്തോളം കാലം നമ്മൾ ഈ ഷുഗർ ട്രീറ്റ് ചെയ്ത് ടാർഗറ്റിൽ നിൽക്കുന്നോ അത്രത്തോളം നമുക്ക് ഷുഗർ കൊണ്ടുള്ള കോംപ്ലിക്കേഷൻസ് അവോയ്ഡ് ചെയ്യാന്നുള്ളതാണ് ബേസിക്കലി. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഏറ്റവും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഗുലർ ആയിട്ടുള്ള ഫോളോ അപ്പ് ഇമ്പോർട്ടൻ്റാണ്. പ്രോബ്ലി ഇപ്പം സിവിയർ ആയിട്ടുള്ള ഷുഗേഴ്സ് ആണെങ്കിൽ നമ്മൾ യൂഷ്വലി ഒരാളുടെ അടുത്ത് തിരിച്ച് ഒ പിയിലോട്ട് വന്ന് കാണിക്കാനോ ഒരു പ്രോബ്ലി ഒരു ഇതിന് മന്ത്സ് ടൈം ചിലപ്പോൾ പറയുമായിരിക്കും. അത് കഴിഞ്ഞ് നല്ല ഓറിയൻറ്റഡ് ആയി നമുക്ക് ഷുഗറിനെ കുറിച്ചുള്ളതിൻ്റെ മാനേജ് ചെയ്യാനുള്ള അതിൻ്റെ ബേസിക് നോളജ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലി വിത്ത് മിനിമൽ എഫേർട്ട് നമുക്ക് മാനേജ് ചെയ്യാം. അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലി ഒരു 3 months 4 months കൂടുമ്പോഴൊക്കെ ഫോളോ അപ്പ് പറയാം. അങ്ങനെയാണെങ്കിൽ അപ്പം ഇടയ്ക്ക് നമ്മൾ ഈവൻ തോ നമ്മൾ മരുന്നെടുക്കുമ്പോൾ നമ്മൾ ഷുഗർ എപ്പോഴും നോർമൽ ആയിരിക്കണമെന്നില്ല. പ്രോബ്ലി നമ്മൾ ചെക്ക് ചെയ്യാത്തതായിരിക്കും, ചിലപ്പോൾ നമ്മൾ വേണ്ട ടെസ്റ്റ് കറക്റ്റായിട്ടുള്ള ടെസ്റ്റ് ആയിരിക്കില്ല ചിലപ്പോൾ നോക്കുന്നുണ്ടാവില്ല. അപ്പോൾ എപ്പോഴും തിരിച്ച് ഡോക്ടറിൻ്റെ അടുത്ത് വരുമ്പോൾ നമുക്ക് എപ്പോഴും ഈ കാര്യങ്ങൾ റീഇൻഫോഴ്സ് ചെയ്യാം. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ഫോളോ അപ്പ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഡയബറ്റീസിൻ്റെ ഡോക്ടർ അൽതാഫ് പറഞ്ഞ പോലെ തന്നെ അതുകൂടാതെ തന്നെ കൺസിസ്റ്റൻസി, ട്രീറ്റ്മെൻറ്റിൻ്റെ ഫോളോ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ആൾക്ക്. ഷുഗറിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ പനിക്ക് പോകുന്ന ട്രീറ്റ്മെൻറ്റോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖത്തിന് പോകുന്ന ട്രീറ്റ്മെൻറ്റ് പോലെയല്ല. ഇറ്റ്സ് നോട്ട് എ ഷോർട്ട് കോഴ്സ്, ഇറ്റ്സ് എ ലൈഫ് ലോങ് ഡിസീസ്. മാറും, ഷുഗർ കൺട്രോൾ ആവുമായിരിക്കാം, ഈവൻ മരുന്ന് നിർത്തുന്ന ആൾക്കാരും ഉണ്ട് അത് ഏർലി ട്രീറ്റ്മെൻറ്റിൽ. പക്ഷെ എന്നാലും അവർക്കൊരു റെഗുലർ ഫോളോ അപ്പ് വേണം. അപ്പം ഈ ഫോളോ അപ്പിലാണ് നമ്മളുടെ പറഞ്ഞല്ലോ കോംപ്ലിക്കേഷൻ അസസ്മെൻറ്റ്. വർഷത്തിൽ 6 മാസം കൂടുമ്പോൾ ചെയ്യാനുള്ള ടെസ്റ്റുകളുണ്ട്, വർഷത്തിൽ ഒരിക്കൽ ചെയ്യാനുള്ള ടെസ്റ്റുകളുണ്ട്. അപ്പോൾ ഫോളോ അപ്പ് ഒരു സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്തുള്ള ഫോളോ അപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റെഗുലറായിട്ടുള്ള ഫോളോ അപ്പും കറക്റ്റായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആയി നമുക്ക് ഓൾമോസ്റ്റ് കോംപ്ലിക്കേഷൻസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കോംപ്ലിക്കേഷൻസ് ഒരാൾ വരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ കൺസിസ്റ്റൻസി ടു ദ ട്രീറ്റ്മെൻറ്റ് ആൻഡ് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് ആണ് ഒന്ന്. സെക്കൻഡ് തിങ് ഏറ്റവും ഉള്ളത് ആൾക്കാർക്ക് ഷുഗറിനെ പറ്റി കുറേ മിഥ്യാധാരണകളുണ്ട്. ഇപ്പോഴത്തെ മോർ സോഷ്യൽ മീഡിയ അവയർനെസ് ഒക്കെ വരുന്ന കുറേ 2 സൈഡിൽ നിന്നും കുറേ അഭിപ്രായങ്ങളുണ്ട്. പണ്ടൊക്കെ ആണെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ ആൾക്കാരെന്നാ പറയുന്നതായിരുന്നു. ഇപ്പം എല്ലാവർക്കും അതിനെപ്പറ്റി അഭിപ്രായമുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആസ്ക് ടു യുവർ ഡോക്ടർ. ഇഫ് യുവർ ഡോക്ടർ ഇസ് നോട്ട് പ്രൊവൈഡിങ് ആൻസേഴ്സ്, ഗോ ടു അനദർ ഡോക്ടർ മാത്രം. ബട്ട് മോസ്റ്റ് ഓഫ് അസ് ഏത് സ്പെഷ്യലിസ്റ്റ് ആണെങ്കിലും വി ആർ റെഡി ടു ലിസൺ ടു യുവർ പ്രോബ്ലംസ്. എന്താണോ പ്രശ്നമുള്ളത് ചോദിക്കാം, അതിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. പക്ഷേ കുറേ മിത്സ് ഉണ്ട്. ആ മിത്സിനെ അവോയ്ഡ് ചെയ്തിട്ട് പ്രോപ്പർ ട്രീറ്റ്മെൻറ്റ് എടുക്കുകയാണെങ്കിൽ മോസ്റ്റ് ഓഫ് ദ കോംപ്ലിക്കേഷൻസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാം. സോ ഫോളോ അപ്പ്, അപ്പോൾ കൺസിസ്റ്റൻസി ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ എന്താ പറയുക? പ്രമേഹ ചികിത്സയെക്കുറിച്ച് പറയാനാണെങ്കിൽ പ്രധാനമായിട്ടും ഇതൊരു സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് പോലെ തന്നെയാണ്. അതായത് നിങ്ങൾ ഇന്ന് ചെയ്തതിന്റെ ബെനിഫിറ്റ് നിങ്ങൾക്ക് ഇന്നായിരിക്കില്ല, 5-10 വർഷം കഴിഞ്ഞിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു ഇൻവെസ്റ്റിന് മുന്നിൽ തന്നെ എപ്പോഴും നമ്മൾ പഠിക്കും. അതുപോലെ തന്നെ ഫസ്റ്റ് അവയർനെസ് ആണ് വേണ്ടത്. ഒരു ഗുളിക കഴിക്കുമ്പോൾ അത് എന്തിനാണ് കഴിക്കുന്നതെന്നും അത് എന്തിനാണ് കഴിക്കുന്നുള്ള അവയർനെസ് ഒരു രോഗിക്കുണ്ടാവുക. ഗുളിക കഴിക്കാൻ വേണ്ടി കഴിക്കുകയല്ല, ഷുഗർ കൺട്രോൾ ആക്കാൻ വേണ്ടി കഴിക്കുക എന്നുള്ള ധാരണ അത്യാവശ്യം ഒരു രോഗിക്ക് ഉണ്ടാവണം. പല രോഗികൾക്ക് ഇവിടെ ഇപ്പം ഒരു ഏകദേശം ഒരു പ്രായം ആയിട്ടുള്ള പുതിയ ജനറേഷൻ അത്ര കാണുന്നില്ല. അവര് ഗുളികയൊക്കെ കറക്റ്റായിട്ട് കഴിക്കുന്നുണ്ടാവും, പക്ഷെ എന്തിനാണ് കഴിക്കുന്നതെന്ന് പലപ്പോഴും മറന്നു പോകും. ഷുഗർ ചെക്ക് ചെയ്യുന്നുണ്ടാവില്ല, വർഷങ്ങൾ ഒരു ഗുളിക തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടേയിരിക്കുക. അത് ഞാൻ ഈ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെന്റ് പോലെ തന്നെയാണ്. നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ആലോചന ഇല്ലാതെ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെന്റ് ഈ പറഞ്ഞിട്ട് നാളെ നഷ്ടത്തിലേക്കായിരിക്കും നിങ്ങൾ എത്തിക്കുക. അപ്പം ഗുളിക കഴിക്കുന്നതിനൊപ്പം തന്നെ ഷുഗേഴ്സും ഇടവിട്ട് ചെക്ക് ചെയ്യുക. ഈ ഷുഗറിന് കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടി സ്പെസിഫിക് ത്രെഷോൾഡ്സ് ഉണ്ട്, അല്ലെങ്കിൽ ടാർജറ്റ്സ് ഉണ്ട്. ആ ടാർജറ്റ്സ് ആണോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ വളരെ കോമൺ ആയിട്ട് പറയുന്ന വെറും വയറ്റിലെ ഷുഗറും ആഹാരത്തിന് 2 മണിക്കൂർ ശേഷമുള്ള ഷുഗറും 3 മാസത്തെ ആവറേജ് ഷുഗറും നിർബന്ധമായിട്ടും ചെയ്യുക. അതിനപ്പുറം കോംപ്ലിക്കേഷൻസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇടവേളകളിൽ ആനുവൽ അറ്റ്ലീസ്റ്റ് കൊല്ലത്തിൽ ഒരു തവണയെങ്കിലും ചെയ്യാൻ പറ്റിയാൽ നല്ലത്. ഒരു ക്രിയാറ്റിനും അല്ലെങ്കിൽ കിഡ്നിക്ക് പ്രോട്ടീൻ ലീക്ക് ഉണ്ടെന്ന് അറിയാനുള്ള ടെസ്റ്റും ചെയ്യുക. ഇടവേളകളിൽ അറ്റ്ലീസ്റ്റ് കണ്ണുകൾ ചെക്ക് ചെയ്യുക.
ഇങ്ങനെയുള്ള നിങ്ങൾ ബുദ്ധിപരമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ചെയ്താൽ അതിന്റെ ബെനിഫിറ്റ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നാളെ ഉണ്ടാവും. ഇനി 2, ഇത് ഷുഗർ ഉള്ള പേഷ്യൻസിനെ കുറിച്ചാണ്. ഷുഗർ ഇല്ലാത്തതോ അല്ലെങ്കിൽ നാളെ ആകാൻ പോകുന്നതോ ഉള്ള ആൾക്കാർ ഇഷ്ടംപോലെ കാണുന്നുണ്ടാവും. അപ്പോൾ അവരോട് പറയാനുള്ളത്, അധികമായാൽ മധുരവും വിഷമാണ്. മധുരം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വീറ്റ് മാത്രമല്ല, പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡ് കൾച്ചർ വളരെ കോമൺ ആണ്. ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല, അവിടെയും ബുദ്ധിപരമായിട്ട് ബാലൻസ് ഔട്ട് ചെയ്യാൻ വേണ്ടി നോക്കുക. നിങ്ങൾ തീർച്ചയായിട്ടും കലോറി ഡെൻസോ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റുള്ള ഒരു ഡയറ്റ് എടുക്കുമ്പോൾ അതിനെ ബാലൻസ് ഔട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ബാക്കിയുള്ള ഡയറ്റിൽ കോംപ്രമൈസ് വരുത്തുക. എക്സസൈസ് കഴിവതും ചെയ്യാനുള്ളൊരു സമയം അതിന് കണ്ടെത്തുക. അപ്പോൾ നല്ല കുട്ടികളായിട്ട് അവർ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഫോളോ അപ്പ് ഒക്കെ ചെയ്യട്ടെ. എനിവേ താങ്ക് യു സോ മച്ച് ഫോർ ഗിവിങ് ഓൾ ദിസ് വാല്യുബിൾ ഇൻഫർമേഷൻ. താങ്ക് യു സോ മച്ച്.